തിരുവനന്തപുരം വർക്കലയിൽ വൃദ്ധയുടെ മൃതദേഹം ഖബർസ്ഥാൻ തുടർന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. മരണത്തിൽ ബന്ധുക്കൾ സംശയം ഉന്നയിച്ചതിനെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വൃദ്ധയെ പരിചരിച്ചിരുന്ന ഹോം നഴ്സിനെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. വർക്കല ഇടവ പരേതനായ മുഹമ്മദ് ബഷീറിന്റെ ഭാര്യ ഹലീമ ബീവിയുടെ മൃതദേഹമാണ് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇക്കഴിഞ്ഞ മെയ് 1-നാണ് ഹലീമ ബീവി മരണപ്പെടുന്നത്. മരണത്തിൽ ബന്ധുക്കൾ സംശയമുന്നയിച്ചതിനെ തുടർന്നാണ് നടപടി. 5 വർഷമായി കൃത്രിമ ഓക്സിജന്റെ സഹായത്തോടെയാണ് ഹലീമ ബീവി കഴിഞ്ഞു വന്നിരുന്നത്. വാർദ്ധക്യ സഹജമായ അവശതകൾ കൂടി വന്നപ്പോൾ മക്കൾ ഏജൻസി വഴി ഹോം നഴ്സിനെ നിയമിച്ചു. മരണം കഴിഞ്ഞ് 6-ാം നാളാണ് ഹലീമ ബീവിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഹോം നഴ്സാണ് മോഷണം നടത്തിയത് എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മരണത്തിന് പിന്നിലും ഇവർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. 6-ാം തീയതി പരാതി കൊടുത്തിട്ട് 10-ാം തീയതിയാണ് FIR ഇട്ടിരിക്കുന്നത്. അപ്പം 4 ദിവസത്തെ ലാഗിങ് വന്നിട്ടുണ്ട്. അതിലെല്ലാം ബോഡി വീക്കായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കക്കുറവ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പരാതിയെ തുടർന്ന് സംശയാസ്പദമായ മരണത്തിന് പോലീസ് കേസെടുത്തു. തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. പുറത്തെടുത്ത മൃതദേഹം പാരപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം വൈകുന്നേരത്തോടെ വീണ്ടും ഖബറടക്കി. മീഡിയ 1 തിരുവനന്തപുരം.